നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങൾക്ക് ക്രഷ് ഉള്ള ആൾ, നിങ്ങൾക്ക് മീൻസ് അറിയില്ല പേഴ്സൺ എന്താണ് ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അവർ നിങ്ങളോടുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് തന്നെ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ഭയങ്കര ക്രഷാണ്, അത് ലവിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ക്രഷ് ഉള്ള ആളുമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്: ഗ്രീൻ, യെല്ലോ, ബ്ലൂ. കേട്ടോ, ഗ്രീൻ, യെല്ലോ, ബ്ലൂ, ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇത് ഗ്രീനാണ്, ഇത് യെല്ലോ, ഇത് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുക അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്, പിന്നെ അവരുടെ എന്താണ് സിറ്റുവേഷൻ ഇപ്പോൾ, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കൂ. ഇത്രയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പച്ച സെലക്ട് ചെയ്തിട്ട് റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഓറക്കിൾ മെസ്സേജസ് നോക്കാം. അപ്പോൾ 2 തരം ഓറക്കിൾ മെസ്സേജ് ഉണ്ട് ഇവിടെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ 2 നോക്കാൻ പോവാണ്. ഒരെണ്ണം ജിപ്സി ഓറക്കിളാണ്, ഒന്ന് ശിവ ഓറക്കിളാണ്. ആദ്യം ശിവ ഓറക്കിൾ നോക്കിയിട്ട് ജിപ്സി ഓറക്കിൾ നോക്കാം. ജിപ്സികളാണ് ആദ്യത്തെ ടാരോ റീഡേഴ്സ് എന്നാണ് പറയുക. അവർക്ക് ഫ്യൂച്ചർ കാണാനുള്ള കഴിവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നാടോടികളാണ്, അപ്പോൾ കൂടുതൽ നേച്ചർ വർഷിപ്പേഴ്സ് ആയിരുന്നു അവർ. അതിപ്പോഴും ജിപ്സീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ചിലർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മളുടെ ഇവിടെ ഉണ്ടല്ലോ നാടോടികൾ, അവർ കൈനോക്കും കണ്ടിട്ടില്ലേ, അവരെ രാജസ്ഥാനി അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുള്ള ആൾക്കാരായിരിക്കും. പണ്ടൊക്കെ അവരെ കാണാൻ കിട്ടും, ഇപ്പം അങ്ങനെയുള്ളവരൊന്നും കാണാനേ ഇല്ല. ഒരു കാർഡാണ് ഉപയോഗിക്കുന്നത്, മൗണ്ടൻസ് ആണ് കാർഡ്. ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ. Just as the mountains stand tall and steadfast, you are encouraged to find calmness and relaxation amidst the blockages and challenges you may be facing in life. എന്ന് പറഞ്ഞാൽ മൗണ്ടൻസ് എങ്ങനെയാണ്, ഒരു കുലുക്കമില്ലാതല്ലേ മൗണ്ടൻ നിൽക്കുക. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മളെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു കുലുക്കവും ഇല്ലാതെ നേരിടാനായിട്ട് തയ്യാറായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്, എന്തുതരം ചാലഞ്ചസ് നമ്മളെ ലൈഫിൽ വന്നാലും. അപ്പോൾ അതാണ് ഒരു ഓറക്കിൾ മെസ്സേജ്. ഇനി ഞാൻ ജിപ്സി ഓറക്കിൾ മെസ്സേജാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എനിക്കൊരു ഓറക്കിൾ മെസ്സേജ് തരുന്നത് പച്ച സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ്. അതെന്തിനാണ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് പറയുന്നത്. സോൾജറാണ്. അപ്പോൾ സോൾജേഴ്സ് എപ്പോഴും ജാഗരൂകരായിരിക്കും. ഈ മൗണ്ടൻസിന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുലുക്കമില്ലാതെ നിൽക്കുകയാണ്. സോൾജേഴ്സും അതുപോലെ തന്നെയാണ്, അതിർത്തി കാക്കുന്നവരാണ്, നമ്മളുടെ രക്ഷ നോക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുന്നവരാണ് സോൾജേഴ്സ്. അപ്പോൾ ഇതൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ ആരെങ്കിലും ഡിഫെൻസിലുണ്ടാവാം, നിങ്ങൾ ഡിഫെൻസിലായിരിക്കാം. എന്തായാലും ചിലപ്പോൾ ലീവിൽ ആരെങ്കിലും വരുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ റിലേഷൻ ആരെങ്കിലും, നിങ്ങൾ സോൾജർ, ഒരു പട്ടാളക്കാരൻ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ അത് ലിറ്ററലി എടുക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടെ കണക്ഷൻ ഉള്ള പോലത്തെ ഒരു റീഡിംഗ് ആണ് കണ്ടത്, ഓറക്കിൾ മെസ്സേജ്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ക്രഷുള്ള ആൾ. അപ്പോൾ അവരുടെ നിങ്ങൾക്ക് ക്രഷുള്ള ആളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്രഷുള്ള ആളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി
ക്രഷുള്ള ആളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾക്ക് ക്രഷുള്ള ആളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? 3 കാർഡാണ് വന്നിരിക്കുന്നത്. ഹാർട്ട് ബ്രോക്കൺ, പിന്നെ നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഹേർട്ടാവും. നമ്മൾ ഉദ്ദേശിച്ചോ ഉദ്ദേശിക്കാതെയോ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ ഹേർട്ടാക്കും. എന്നുവെച്ചാൽ നിങ്ങൾ ചെയ്യണം എന്നല്ല, ഈ പേഴ്സണൽ ലൈഫിലുള്ള ആരോ പക്ഷെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്ന ഒരു വ്യക്തിയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് മാറണം, ഈ സിറ്റുവേഷൻ വിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണിത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ സങ്കടമുണ്ട്, ഭയങ്കരമായിട്ടുള്ള മാനസിക വേദന അനുഭവിച്ച ഒരാളാണ്. പക്ഷെ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ആ സിറ്റുവേഷൻ പുറകിലാക്കിയിട്ട് മുമ്പോട്ടുള്ള ജീവിതമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ 3 ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്തത് 8 ഓഫ് പെൻറ്റക്കിൾസും 6 ഓഫ് വോൺസുമാണ്. 6 ഓഫ് വോൺസ് എന്നൊരു പബ്ലിക് റെക്കഗ്നിഷൻ, ഒരു വിക്ടറി ആണ്. കുറേ നാൾ വെയിറ്റ് ചെയ്ത ഒരു വിക്ടറിക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്തത്. ചിലപ്പോൾ ഇതൊരു ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചില സമയത്ത് അത് ലവ് റിലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ജോലിയുടെ ഇതായിരിക്കും. നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് അതിൻ്റെ റെക്കഗ്നിഷൻ നമുക്ക് കിട്ടാതിരിക്കുക. ഇത് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ജോലിയാണ്, അല്ലെങ്കിൽ ഇതേ ശരണം, റിലേഷൻഷിപ്പിലാണെങ്കിലും ഇതേ ശരണം എന്ന് പറഞ്ഞിരുന്ന ഒരാളാണിത്. അപ്പോൾ ഇവിടെ ഒരു വിക്ടറിയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചത്. പക്ഷേ വന്നതോ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്ന എന്തോ കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ അവിടെ തുടരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട്, എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്, ജോലിയും എന്താ പറയുക ഫാമിലിയും ഒരുപോലെ നടക്കാൻ കഴിവുള്ള ഒരു മദർ എനർജിയാണ്. ഭൂമി എങ്ങനെയാണ്? ഭൂമിയോളം ക്ഷമിക്കുക, ഭൂമി അമ്മയാണ്. അപ്പോൾ ഇത് അമ്മയെ പോലത്തെ സ്വഭാവമുള്ള മാസ്കുലിനും ഫെമിനിനുമായ ക്യാരക്ടർ ആവാം. ആരായാലും വളരെ അമ്മയെപ്പോലെ പരിചരിക്കുന്ന, അമ്മയെപ്പോലെ ഭക്ഷണം കൊടുക്കുന്ന, അമ്മയെപ്പോലെ മറ്റുള്ളവരെ നോക്കുന്ന വളരെ ക്ഷമയുള്ള ഒരു എനർജി ആയിരുന്നു ഈ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായ വൈരാഗ്യമാണ്. കാരണം ഈ പേഴ്സൺ അത്രയും സർവം സഹായമായിട്ട് അല്ലെങ്കിൽ സഹിക്കുന്ന ആളായിട്ട് നിന്നിട്ടും പോലും ഈ പേഴ്സണെ റെക്കഗ്നൈസ് ചെയ്തില്ല. ഈ പേഴ്സൻ്റെ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരു വില കൊടുത്തില്ല. ഇവിടെ രസമെന്ന് വെച്ചാൽ ഇവിടെ 3 നൈറ്റ്സിനെ കാണുന്നു. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഇത് ചിലപ്പോൾ 3 വ്യക്തികളാകാം, ഇമ്മച്യൂർഡായ ആരുടെയോ മക്കളാകാം, അതല്ലെങ്കിൽ ഇത് ഒരേ ആളുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ വളരെ ക്ഷമയുള്ള ആൾ. നൈറ്റ് ഓഫ് സ്വേർഡ്സിന് വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന വയലൻ്റ് ആയ ഒരാൾ. ഇത് ക്ഷമയോടുകൂടെ കാര്യങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് മാത്രം അളന്ന് തൂക്കി സംസാരിക്കുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ഭയങ്കര റൊമാൻറ്റിക്കായ അത്രയൊന്നും, ഇത് വളരെ നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എല്ലാത്തിലും പണം കാണുന്ന ഒരു എനർജി, ഇത് എല്ലാത്തിലും എടുത്തു ചാടുന്ന ഒരു എനർജി. ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളത്, ഭയങ്കര ക്രിയേറ്റീവ് എനർജിയാണത്. അപ്പോൾ ഈ എനർജി, അപ്പോൾ 3 പേര് കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ആർക്കാണ് കിട്ടിയത്? ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിനെ കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അമ്മയാണ്. അപ്പോൾ ഇത് 3 മക്കളാണോ? അത് റിലേഷൻഷിപ്പ്, മക്കൾ കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ? അത് ഇവിടെ എന്തുകൊണ്ട് കാണിക്കുന്നു? അപ്പോൾ നിങ്ങൾ കുറച്ച് മെച്യൂർഡായ ഒരാളാണ്, അപ്പോൾ നിങ്ങൾക്ക് ആരോടോ ക്രഷ് ഉണ്ട്. അത് ഈ മക്കൾ കാരണം നിങ്ങൾക്ക് ആ സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റുന്നില്ലേ? മെച്യൂർഡായ കുട്ടികളുള്ള നിങ്ങൾ
സോറി, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, പക്ഷേ അത് ഭയങ്കര പാഷനറ്റ് ഫീലിംഗ് ആണ്, നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ കൂടെ മുമ്പോട്ട് പോകണം റിലേഷൻഷിപ്പ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ബ്ലോക്കേജസ് ഉണ്ട്, 3 മക്കളുണ്ടെന്ന് തോന്നുന്നു, അവരെ സമ്മതിക്കുന്നില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ ഡിഫെൻസിലാണോ? അപ്പോൾ നിങ്ങൾക്ക് അമ്മയായതുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇവിടെ വളരെ പാഷനറ്റ് ആണ്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്. അപ്പോൾ മുമ്പോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളല്ല, ഈ നിങ്ങളുടെ പേഴ്സണ് മുമ്പോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. 3 മക്കളുണ്ടോ ഈ പേഴ്സണ്? ഓക്കെ, അമ്മയാണോ, അമ്മയെ പോലെ മക്കളെ പരിചരിക്കുന്ന ഒരു മെയിൽ എനർജി ആണോ നിങ്ങളുടെ പേഴ്സൺ? അറിയില്ല. എന്തായാലും നിങ്ങൾ വളരെ ആശിച്ച് മോഹിച്ച ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയതാണ്, പക്ഷേ ഈ ഒരു ബ്ലോക്കേജ് എല്ലാം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റില്ല. അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? Four of Pentacles. Okay. 4 of Pentacles എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പിടിച്ച് ചിലവാക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റി വച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ വളരെ കൺട്രോൾ ചെയ്ത് പണം ചിലവാക്കുന്ന, അല്ലെങ്കിൽ വളരെ കൺട്രോൾ ചെയ്ത് ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരാൾ. ഇമോഷൻസ് ആണെങ്കിലും വളരെ കൺട്രോൾ ചെയ്ത് അത് ഉള്ളിൽ വെക്കുന്ന ഒരാളാണിത് 4 of Pentacles എന്ന് പറഞ്ഞാൽ. അപ്പോൾ Ace of Pentacles എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഒരു പണത്തിൻ്റെ ഓഫർ, ഒരു അബണ്ടൻ്റ് ഓഫറാണ് ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ജോലി വല്ലതും കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പാടിലാണ്. 3 മക്കളുണ്ടോ ഈ പേഴ്സണ്? അപ്പോൾ അത് നോക്കാനായിട്ട് ഈ പേഴ്സൺ, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ 3 പേരുണ്ടാവും, 3 ക്യാരക്ടേഴ്സ് ഉള്ള 3 പേര്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. ഇത് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആവാം, അച്ഛനും അമ്മയാവാം, ഈ പേഴ്സൻ്റെ അച്ഛനും അമ്മയാവാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ വളരെ ചുരുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ അപ്പോൾ ഒരു പുതിയൊരു ഓഫർ ഈ പേഴ്സണ് വന്നിട്ടുണ്ട്, പക്ഷേ ഈ പേഴ്സൺ ഇത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല ഈ ഓഫർ. ഓക്കെ, ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പല വഴികൾ നോക്കുന്ന ഒരാളാണ്. അത് ഈ ഒരു ചിന്തയാണെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, എങ്ങനെ എൻ്റെ വീട്ടുകാരെ നോക്കും, നല്ല മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ട്, പക്ഷെ അതിനൊരു വഴി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോടും അത്ര ഇമോഷണലി അറ്റാച്ച്മെൻറ്റ്, വളരെ ആഗ്രഹമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ സ്വന്തം കാര്യത്തിൽ ഡിസിഷൻ എടുക്കാത്ത ഒരു ക്യാരക്ടറാണിത്. പിന്നെ Ace of Pentaclesനെ ക്ലാരിഫൈ ചെയ്യുന്ന സൺ കാർഡും ഡോട്ടർ ഓഫ് കപ്സുമാണ്. ഡോട്ടർ ഓഫ് കപ്സ് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ വന്നതാണ്, ആരോ കേട്ട് വന്നതാണ് ഈ പേഴ്സണ്. ഒരു ഓഫർ പേഴ്സൺ കേട്ടപ്പോൾ ഹാപ്പി ആയി. പക്ഷേ ഇവിടെ ഒരു 7 of Wands കാണിക്കുന്നത്. 7 of Wands എന്ന് പറഞ്ഞാൽ ഒരു ഡിഫെൻസീവ് ആയിരിക്കണം പേഴ്സൺ. പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ വളരെ കൺസർവേറ്റീവായുള്ള ചിന്തയുള്ള ഒരാളായതുകൊണ്ടും എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ലൈഫിൽ. അതുകൊണ്ട് ഈ പുതിയ ഓഫർ സന്തോഷമുണ്ട് വന്നതിൽ, പക്ഷെ അത് എടുക്കാനായിട്ടുള്ള ഒരു ചിന്താകുഴപ്പത്തിലാണ്. നമുക്ക് നോക്കാം എന്താണ് അടുത്തത്. പേഴ്സണൽ നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? നിങ്ങൾക്ക് തമ്മിൽ അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ പക്ഷേ എന്താണ് പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇതാണ് പേഴ്സണൽ ലൈഫിലെ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റഡ് ഫീലിങ്സ് ആണ് നിങ്ങളോട്. എന്നുവെച്ചാൽ നിങ്ങളെ വേണമെന്നുമുണ്ട്, നിങ്ങളെ വേണ്ടാന്നുമുണ്ട്. കാരണം നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വലിച്ചിടാൻ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? എന്നുവെച്ചാൽ കഷ്ടപ്പാടാണ്, അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളെയും കൂടെ വലിച്ചിടണോ എന്ന് ചിന്തിക്കുന്ന ആളായിരിക്കാം. അതൊരു സൈഡിൽ. രണ്ടാമത്തത്, അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ ഇനി ഓഫർ ചെയ്താൽ ഓഫറിൻ്റെ കാര്യമല്ല, അത് വിട്. ഇതിപ്പോൾ പേഴ്സൺ റിജക്ഷനാണിത്. 4 of Cups എന്ന് പറഞ്ഞാൽ റിജക്ഷനാണ്. കാരണം പ്രാരാബ്ധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വരുന്ന ഓഫേഴ്സൊക്കെ ഈ പേഴ്സൺ റിജക്ട്. ഫിനാൻഷ്യൽ ഓഫേഴ്സ്, ജോലിയുടെ കാര്യമല്ല പറയുന്നത്.
ഇപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഓഫർ ഈ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് വരിക, അത് ഈ പേഴ്സൺ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓൾറെഡി ആ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ പുതിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതും ഒരു റെസ്പോൺസിബിലിറ്റി ആവും. പിന്നെ നിങ്ങൾ ബേർഡൻഡ് ആവും, ഈ പേഴ്സൻ്റെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ തലയിലും കൂടെ ഇതാവും. പിന്നെ റിലേഷൻഷിപ്പ് പൊളിയും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളോട് 2 ഓഫ് കപ്സ് ആണ്, നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഈ പേഴ്സൺ കേട്ടോ. നിങ്ങളെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോൾ പേഴ്സണ് മുമ്പോട്ടുള്ള ജീവിതം ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന പോലെയാണ്. പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ സമയം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ പക്ഷെ നിങ്ങളെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഈ പേഴ്സൺ അറിയാം. വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞ ആളാണ്. അപ്പോൾ പക്ഷേ അത് അവസാനിച്ചു. അത് അവിടെ വലിയ ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല, അത് അവസാനിച്ച ഒരാളാണ്. അപ്പോൾ യൂണിവേഴ്സായിട്ട് ഈ പേഴ്സണ് മുമ്പോട്ടുള്ള പോക്കിന് ഒരു ചിലപ്പോൾ ഇത് എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഓഫർ യൂണിവേഴ്സ് കൊടുക്കുന്നതായിരിക്കാം. ചാരിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പേഴ്സണ് ഒരു ഫീലിങ്സ് ഉണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ വഴിയിൽ നിങ്ങളായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഈ പേഴ്സണിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തതാണ്. എന്നുവെച്ചാൽ ലൈഫ് മുമ്പോട്ട് പോകാൻ കുറച്ച് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, വേണോ വേണ്ടയോ, ഇത് വേണോ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്തത്. കാരണം നിങ്ങളും കൂടെ അതിനകത്ത് വന്ന വേറെ പ്രശ്നം ഗുരുതരമാവും. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യാറുണ്ട്, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ഈ പേഴ്സൺ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നിങ്ങളെ ഓപ്പൺ ആയിട്ട് വരുമ്പം നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ക്ഷണിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, റിജക്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇനി എന്താണ് ഗൈഡൻസ്, എന്താണ് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ റിലേഷൻഷിപ്പിന്? ഇവിടെ സ്നേഹമില്ലായ്മയല്ല, പ്രാരാബ്ധങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്യൂച്ചർ നോക്കാം. കുറച്ചധികം കാർഡ്സ് വന്നു. എന്തായാലും ഒരു ഫ്യൂച്ചർ പോസിബിൾ ആണോ? ഒരു ഫ്യൂച്ചർ പോസിബിൾ ആണ്. മേ ബി എന്നാണ് പറയുന്നത്. മേ ബി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഓൾറെഡി എന്നുവെച്ചാൽ വേറെ കാര്യങ്ങൾ കൊണ്ടല്ല, ഇത് തേർഡ് പാർട്ടി ആയിട്ട് വന്നേക്കുന്ന ഈ പേഴ്സൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ പേഴ്സൻ്റെ തലയിൽ. അപ്പോൾ പേഴ്സണ് അവരെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല, മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ പേഴ്സൺ വളരെ നോളജബിൾ ആണ്, എല്ലാമാണ്. പക്ഷേ ഇവിടെ ഒരു ഫ്യൂച്ചർ ചിലപ്പോൾ ഈ അടുത്തൊന്നും ഇല്ലായിരിക്കാം. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഇതിനൊരു സെറ്റിൽമെൻറ്റ്, ആദ്യം ഈ പേഴ്സൻ്റെ ഫാമിലിയിലൊരു സെറ്റിൽമെൻറ്റ് വേണം, എന്നിട്ട് വേണം മുമ്പോട്ട് ഉള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മൗണ്ടൻസ് കണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ കുലുക്കും, കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സണ്. ഇവിടെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. നിങ്ങൾക്കറിയാം ഈ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണെന്ന്, പക്ഷേ ഇത് മുമ്പോട്ട് പോകുന്നില്ല. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒഴിഞ്ഞു മാറുന്നു മിക്കവാറും. എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമോ ഒക്കെ ചെയ്യും, നിങ്ങൾ പറയും, ഈ പേഴ്സൺ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഈ പേഴ്സൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയുന്നില്ല ഈ പേഴ്സൺ, മനസ്സിലായോ? ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. 2 ഓഫ് കപ്സ് ആണ് കണ്ടത്. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ, രണ്ടുപേർക്കും മ്യൂച്വൽ ഫീലിങ്സ് ആണുള്ളത്, മനസ്സിലായോ? പക്ഷേ ഇവിടെ ഒരു പോസിബിലിറ്റി ചോദിച്ചപ്പോൾ മേ ബി ആവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പ്രാരാബ്ധങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ ഫേസ് ചെയ്തെന്നുള്ള ഇത് വേണം, ജാഗരൂകരാവണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ, നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ മാത്രമല്ല സ്നേഹിക്കണം, അയാളുടെ വീട്ടുകാരെ സ്നേഹിക്കണം. കാരണം അയാളുടെ വീട്ടുകാരെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ വീട്ടുകാരെ സ്നേഹിക്കണം. ആ പേഴ്സൺ ഒരിക്കലും അവരുടെ വീട്ടുകാരെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ വരില്ല. അപ്പോൾ അതിനെല്ലാം തയ്യാറാവുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളും കൂടെ ആ ബേർഡൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉണ്ട്. ഒരു ദുൽഖർ സൽമാൻ്റെ ഫിലിമാന്ന് തോന്നുന്നുണ്ട്. ഒരാളെ, ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിട്ട് അവസാനം ആ പെൺകുട്ടിയെ ആരോ കൊല്ലും. പക്ഷെ ആ കുട്ടിക്ക് പ്രായമായ അച്ഛനും അമ്മയുണ്ട്. എന്നിട്ട് ഇവൻ ആ പ്രായമായ അച്ഛനും അമ്മയും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മിക്കവരും ചെയ്യില്ല. കുട്ടി മരിച്ചുപോയി, ഓക്കെ, ആ റിലേഷൻഷിപ്പ് അവിടെ തീർന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇവൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. ഈ പയ്യനോ പെൺകുട്ടിക്കോ എന്തെങ്കിലും പറ്റുന്നല്ല പറയുന്നത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ വീട്ടുകാരെയും കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഇവിടെ കാണിക്കുന്ന എനർജിക്ക് അവരുടെ വീട്ടുകാരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണമെങ്കിൽ
നിങ്ങൾ അതും കൂടെ ഏറ്റെടുക്കാൻ റെഡി ആവണം എന്നാണ്. അതാണ് ഇവിടുത്തെ ഓറക്കൽ മെസ്സേജും കാണിച്ചത്. സിറ്റുവേഷൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, തമാശയല്ല, ഭയങ്കര സീരിയസ് ആയ സിറ്റുവേഷനാണ്. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, വെർഗോ, പൈസസ്, ടോറസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരിസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Aries, Leo, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, sorry, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini. അപ്പോൾ മിക്കവാറും ഈ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിലായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ ഹാർട്ട് ബ്രേക്ക് കണ്ടത് ഓവറോൾ എനർജിയിൽ. കാരണം അവിടെ നിന്ന് ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പേടിയാണ്. കാരണം ഫ്യൂച്ചർ പോസിബിൾ അല്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എന്തിനാണ് മറ്റൊരാളും കൂടെ ഇതിലേക്ക് വലിച്ചിടുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തൽക്കാലം റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല കൂടുതൽ എന്ന് ചിന്തിക്കുന്ന ഒരാൾ കേട്ടോ. അതാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി. ഇനി യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്തവരുടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഈ എനർജിയിലുള്ള ഒരാൾ പണ്ട് കുറേ കഴിഞ്ഞ വർഷമാണോ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വീട്ടുകാർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഉപേക്ഷിച്ച ഒരാൾ. അങ്ങനെ ആളുകളുണ്ട് നമ്മളുടെ ചുറ്റും, മനസ്സിലായോ? ഓറക്കിൾ മെസ്സേജ് യെല്ലോ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഇത് ഞാൻ ഈ ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിൽ പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. യെല്ലോ റീഡിങ്ങിനായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, ക്ഷമിക്കണം. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഓക്കെ, എംബ്രേസ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്, സീക്ക് സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ്. പ്രോബ്ലംസിൻ്റെ പുറകെ പോകാതെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസിൻ്റെ പുറകെ പോകണമെന്നാണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് കേട്ടോ. അപ്പോൾ വേറൊരു ഓറക്കിൾ കാർഡും കൂടി ഉണ്ട്. ഇത് ശിവ ഓറക്കിൾസ് ആയിരുന്നു, ഇത് ജിപ്സി ഓറക്കിൾസ് ആണ്. ഈ ഓറക്കിൾ എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, 4 കാർഡ്, 4 അല്ല കുറച്ച് കാർഡ്സ് വീണിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. മിസ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഒരു മിസ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടവർ മൊമെൻ്റ് പോലെയാണ് മിസ് ഫോർച്യൂൺ. ഇത് കണ്ടോ, കത്ത് പിടിക്കുന്നത്, നഷ്ടം, അതാണ് മിസ് ഫോർച്യൂൺ. പിന്നെ ഉള്ളത് ഒരു ഓൾഡ് വുമൺ, പിന്നെ മണി, പൈസ, പിന്നെ മെലൻകളി എന്ന് വെച്ചാൽ സങ്കടം, പിന്നെയുള്ളത് എനിമി, ശത്രുക്കൾ, പിന്നെ റൂം. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ ചിലപ്പോൾ ഇത് ഇൻലോസ് ആയിട്ടുള്ള പ്രശ്നമാകാം, അല്ലെങ്കിൽ സ്വന്തം അമ്മയായിട്ടുള്ള പ്രശ്നമാകാം, പണത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമാകാം, ഇൻഹെറിറ്റൻസ് കിട്ടുന്നില്ല, എഴുതി തരുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ മക്കളോട് തന്നെ തരംതിരിവ് കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ ശത്രുക്കളുണ്ടാവാം, വീട്ടിലുള്ളവർ തന്നെ ശത്രുക്കളാവുക, മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടാവുക, അതൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് നെഗറ്റീവാണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നെഗറ്റീവാണ്. അപ്പോൾ ഓറക്കിൾ, മറ്റേ ശിവ ഓറക്കിൾ എന്താ പറയുന്നത്? പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഇത്രയും നെഗറ്റീവ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇത് മതിയാവും നിങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാണോ? മൊത്തത്തിൽ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് അയ്യോ എന്നാവും. പക്ഷേ ഇതിലും പോസിറ്റീവ് കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലംസ് ഉണ്ടെന്നറിയാം, ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ പ്രോബ്ലംസ് അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ പണം ബന്ധുക്കളെ ശത്രുക്കളാക്കുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മദർ ഇൻ ലോ ആണെങ്കിൽ അതെങ്ങനെയാണെന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളായിരിക്കാം ഭയങ്കര സങ്കടത്തിലാണിത്. മെയിൽ ഓർ ഫീമെയിൽ എനർജി ആരും ആയിക്കോട്ടെ. മെലൻകോളിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായ സങ്കടമാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓറക്കിൾ മെസ്സേജ്, ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾക്ക് ക്രഷ് ഉള്ള ആളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ക്രഷ് ഉള്ള ആളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾ മാരീഡ് ആണ്, അപ്പോൾ ഹാപ്പി അല്ലാത്ത പോലെ നിങ്ങളുടെ ക്രഷ് ഉള്ള ആളുടെ ഓവറോൾ എനർജി എന്താണ്? ചില സമയത്ത് നമുക്ക് ഭയങ്കര എല്ലാവരുടെ സിറ്റുവേഷൻ അല്ല, ചില സിറ്റുവേഷനിൽ നമ്മൾ അരുതാത്ത ആളുകളായിട്ട് അട്രാക്ഷൻ തോന്നും നമുക്ക്, അല്ല ഫാമിലി തന്നെയുള്ള ആളുകളായിട്ട്, എന്നുവെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളായിട്ട്, 4 പേര് അറിഞ്ഞാൽ അത് പ്രശ്നമാകുന്ന തരം ആളുകളായിട്ട് നമുക്ക് അട്രാക്ഷൻ തോന്നും. കാരണം നമ്മളെ സിറ്റുവേഷൻ അതാണ്, ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പോലെയും കാണിക്കുന്നുണ്ട്. നോക്കാം. നിങ്ങളുടെ പേഴ്സണിന് വിവാഹം കഴിച്ച ആൾക്കാർക്ക് ക്രഷ് ഉണ്ടായിക്കൂടാന്നില്ലല്ലോ അല്ലേ? അപ്പം നിങ്ങളുടെ പേഴ്സൺ ക്രഷ് ഉള്ള ആളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ് നമ്മൾ നോക്കുന്നത്. എടുക്കുകയാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്. എന്തോ ഒരു ഭയങ്കരമായ ഒരു പാഷനറ്റ് ഒരു ഫീലിംഗ് ആരോടോ, ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ്, പാഷനറ്റ് ന്യൂ ബിഗിനിങ് എന്തോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, ഒരു പ്രോജക്റ്റിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പേഴ്സൺ. ചിലപ്പോൾ ആ പേഴ്സൻ്റെ അബണ്ടൻസിലായിരിക്കാം ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ, അങ്ങനെ ഉള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിക്കാത്ത എന്ത് ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നാലും ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്യും. ഈ പേഴ്സൺ എന്തോ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിട്ടേൺസിന് വേണ്ടി വളരെ കഠിനമായി പ്രവർത്തിക്കുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു എനർജിയാണ് നിങ്ങൾക്ക് ക്രഷുള്ള ആൾ. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലും ഈ പേഴ്സണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതെ വെറുതെ ഒരു ടൈം പാസ് റിലേഷൻഷിപ്പാണ്, ഒരു ഡിസ്ട്രാക്ഷൻ പോലെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ പേഴ്സൺ റെഡിയാവും. പക്ഷെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും മുമ്പോട്ടുള്ള റീഡിങ്ങിൽ കാണാം. പേഴ്സൺ അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. സൺ കാർഡ്, ഇത് ഈ പേഴ്സണ് ഹാപ്പിനെസ് വരണമെങ്കിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് വരണം, മനസ്സിലായി? എന്നാലേ ഈ പേഴ്സൺ സന്തോഷമാവുള്ളൂ. ഇപ്പോൾ ഭയങ്കര ഒരു ഓവർ തിങ്കിങ് ആണ്, ഒരു കാര്യം മനസ്സിലുള്ളൂ, ഇതിൻ്റെ റിട്ടേൺസ് എപ്പോൾ വരും എന്ന് പറഞ്ഞ് ടെൻഷൻ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ 2 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സും 3 ഓഫ് പെൻറ്റക്കിൾസും. 2 ഓഫ് കപ്സും 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിന് ഓക്കെ. അപ്പോൾ ലവ് റിലേഷൻഷിപ്പിന് ഈ പേഴ്സൺ റെഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരിക്കണം, അവിടെ ഹാപ്പിനെസ് ഉണ്ട്, പക്ഷേ അവിടെ നിന്നൊരു റെസ്പോൺസ് ഈ പേഴ്സണ് കിട്ടുന്നില്ല. ഈ പേഴ്സൻ്റെ മനസ്സിൽ ആരോ ഉണ്ട്, ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളാബറേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. വളരെ പാഷനറ്റ് ആയിട്ട് ആ സിറ്റുവേഷനിലേക്ക് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നിങ്ങളാണോ? അത് നമുക്ക് ഫീലിങ്സിൽ നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതിൽ ബിസിനസ്സിൻ്റെ കാര്യവും കാണിക്കുന്നുണ്ട്. പക്ഷേ ക്ലാരിഫിക്കേഷനിൽ വരുമ്പോൾ ഇത് ഒരു, അല്ലെങ്കിൽ ഇത് 2 തരം. ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ് ഈ പേഴ്സൺ ഇരിക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ ആരോ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകണമെന്ന് പണം കൊടുത്ത് ആരോ ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഈ പേഴ്സൺ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ അത് ഓപ്പൺ ആയിട്ട് കാണിക്കുന്നില്ല. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അപ്പോൾ അല്ലാതെ വേറൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെ റിജക്ഷൻ കാണിക്കുന്നത്. കൊളാബറേഷൻ ഓക്കെ, ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് തുടരാം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം. അതല്ലാതെ എന്നെയും കൂടെ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളെ മനസ്സിലാക്കും, പക്ഷേ എന്നെയും കൂടെ മനസ്സിലാക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷനിലേ പറ്റുള്ളൂ. വേറൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണ് പണത്തിൻ്റെ ആവശ്യമാണുള്ളത്. അപ്പോൾ പണം കൊടുത്ത് സഹായമാണ്, പണം കൊടുത്തുള്ള സഹായമാണ് ഈ പേഴ്സൺ അത്യാവശ്യം. ഓക്കെ, ഇവിടെ പിന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു മദർ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. മദർ ഓഫ് കപ്സ് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ആളുമായിട്ട് ഈ പേഴ്സൺ അറ്റാച്ച്മെൻ്റ് ഇല്ല. ഇത് 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പാഷനറ്റ് അറ്റാച്ച്മെൻറ്റ് ഈ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണറായിട്ട് ഈ പേഴ്സൺ ഇല്ല, അതാണ് കാണിക്കുന്നത്.
അപ്പോൾ വേറൊരാൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ആ പേഴ്സണുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകാം, പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിലൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഹാപ്പിയാണ് ഒരാൾ പേഴ്സണൽ ലൈഫിലേക്ക് വന്നതും പണം കൊടുത്ത് സഹായിച്ചതും. അത് നിങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടാണ് ഈ പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾ പണം കൊടുത്ത് സഹായിക്കുന്ന ആളാണ്, പക്ഷെ നിങ്ങൾക്ക് ക്രഷ് ഉള്ള ആളാണ്. പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഈ പേഴ്സൺ പറഞ്ഞിട്ടില്ല നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പാർട്ട്ണറോട് ഈ പേഴ്സൺ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഈ പേഴ്സണിൻ്റെ? കോൺഫ്ലിക്റ്റ് ഉണ്ട്, 2 of Cups. അപ്പോൾ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ആളാണ്, പക്ഷേ ഇത് എന്ത് തരം റിലേഷൻഷിപ്പാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടെ കോൺഫ്ലിക്റ്റ്. പ്രശ്നങ്ങളുണ്ട്, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നു, വഴക്കുണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഈ 2 of Cups പിന്നെ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ആരോടോ ഒരാളോട്, ഞാൻ ഫീലിങ്സ് എടുക്കുമ്പോഴും മാത്രമേ അത് നിങ്ങളോടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും പേഴ്സണൽ ലൈഫിലുള്ള ആരോടോ പേഴ്സണൽ ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അവരോടെല്ലാം സീക്രട്ട് തുറന്ന് പറയുന്നുണ്ട്. ഒരു മജീഷ്യൻ, ഈ പേഴ്സണൽ ലൈഫിൽ ഒരു മാജിക്ക് നടക്കുന്ന പോലെയാണ് ഈ പേഴ്സൺ തോന്നുന്നത്. അപ്പോൾ കുറച്ചൊരു മാനിപ്പുലേഷനും കൂടി ഉണ്ടാവും. മജീഷ്യൻസ് എപ്പോഴും മാനിപ്പുലേറ്റേഴ്സ് ആണ്. കാരണം മജീഷ്യൻ നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരാളാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ 5 of Swordsനെ ക്ലാരിഫൈ ചെയ്യുന്നത് മദർ ഓഫ് സ്വേർഡ്സും 6 of Cupsമാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങോട് കൂടിയാണ് ഈ പേഴ്സൺ ആരെയോ കുറിച്ച് ചിന്തിക്കുന്നത്. മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറയുമ്പോൾ ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്, വളരെ ഷാർപ്പ് ടങ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇത് നിങ്ങളാണോ? ഈ പേഴ്സണൽ ലൈഫിൽ ഒരു എക്സ് ഉണ്ടായിരുന്നു, അവരെക്കുറിച്ചാണോ ഈ പേഴ്സൺ ചിന്തിക്കുന്നത്? അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവരോടൊരു കോമ്പറ്റീഷൻ ഉള്ള പോലെ. കാരണം 5 of Swords എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷനാണത്, മനസ്സിലായോ? അപ്പോൾ ആരെയോ ഈ പേഴ്സൺ നൊസ്റ്റാൾജിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവരോട് എന്താ പറയുക, ഒരു കോമ്പറ്റീഷനിലേക്കാണ് പോകുന്നത്, എന്തോ അവരോട് പ്രൂവ് ചെയ്യാനുള്ള പോലെ. 2 of Cups. 2 of Cupsനെ ക്ലാരിഫൈ ചെയ്യുന്നത് 5 of Cups. അപ്പോൾ ഈ പേഴ്സൺ സീരിയസ് ആയിട്ട്, ഇത് എക്സിൻ്റെ സിറ്റുവേഷൻ പോലെ ഉണ്ട്. അപ്പോൾ എക്സിനെ കാണാൻ ഇപ്പോൾ കാണുന്ന പോലെ, മനസ്സിലായോ? പക്ഷേ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നത് അതില്ല ഇപ്പോൾ. നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ ഡിസപ്പോയിൻറ്റഡ് ആണ്, മനസ്സിലായോ? ആ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എക്സ് ആണിത്. ആ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. മജീഷ്യനെ ക്ലാരിഫൈ ചെയ്തിരുന്നത് വേൾഡ് കാർഡ്. ഓക്കെ, ഹെയറോഫാൻറ്റ്. ഇപ്പോൾ ഈ പേഴ്സൺ മാരീഡ് ആണ്, പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ്ലി നിന്നിരിക്കുകയാണ്. എക്സുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ്ലി നിന്നിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവരെക്കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, അവർ കൊടുത്ത വേദന, അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സണോട് അവരോട് മധുര പ്രതികാരം വീട്ടുന്ന പോലെയാണ് ഈ പേഴ്സൺ പെരുമാറുന്നത്, മനസ്സിലായോ? അപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു അവരോട്, പക്ഷെ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി അവസാനം. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് പേഴ്സൻ്റെ? ഇത് നിങ്ങളുടെ ക്രഷിൻ്റെ ഹിസ്റ്ററിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇപ്പം എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? നിങ്ങളോട് ഈ പേഴ്സൺ എന്താണ് ഫീലിങ്സ്? ഒരു ടവർ മൊമെൻ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ടവർ മൊമെൻ്റ് കാണിക്കുന്നുണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ട്, 7 of Cups കാണിക്കുന്നുണ്ട്. ഓപ്ഷൻസ്. ഈ പേഴ്സൺ എന്തോ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായി നിങ്ങളുടെ ഇടയിൽ. എന്താണ് ഉണ്ടായത്? വഴക്കുണ്ടാവുകയോ വാക്ക് പാലിക്കാതിരിക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പോൾ എന്തോ ഒരു ആഘാതം, ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ടവറാണ്, വിചാരിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എന്തോ പ്രശ്നങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റഡ് ആണ്. പേഴ്സൺ ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി പോലെ, എന്ന് വെച്ചാൽ നിങ്ങൾ കൈവിട്ട് പോകുമോ എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടും ഫീലിങ്സ് ഉണ്ട്, മനസ്സിലായി, ഇല്ലെന്നല്ല. പക്ഷേ ഈ പേഴ്സൻ്റെ എക്സ്പീരിയൻസസ് ഈ പേഴ്സണെ പഠിപ്പിച്ചേക്കുന്നത് ഈ പേഴ്സണൽ റിലേഷൻഷിപ്സ് വാഴില്ല എന്നാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 7 of Cups, ഈ പേഴ്സൺ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലൈഫിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവാം,
അപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ നമുക്ക് അടുത്ത ഗൈഡൻസിൽ നോക്കാം. എന്താണ് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ മൊമെൻ്റ് വന്നിരിക്കുന്നത് ഫീലിങ്സിൽ? നിങ്ങളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ ഡിസപ്പോയിൻറ്റഡ് ആയി. അത് നിങ്ങൾ മാരീഡ് ആയതുകൊണ്ടാണോ? ഒരു സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹസ്ബൻഡോ വൈഫോ ഉണ്ടാവാം. ഈ പേഴ്സണും ഹസ്ബൻഡോ വൈഫോ ഉണ്ട്. ഈ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണർ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വൈഫോ ഹസ്ബൻഡോ ആരെങ്കിലും ആയിരിക്കാം. ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോൾമേറ്റ് കണക്ഷൻ. ഈ പേഴ്സൺ പ്രതീക്ഷിക്കാത്തൊരു കണക്ഷനാണ് നിങ്ങളായിട്ട് വന്നേക്കുന്നത്. മനസ്സിലായോ? മാരീഡ് ആയ ഒരാളാണ് ഈ പേഴ്സൺ. അപ്പോൾ വളരെ കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഈ പേഴ്സണ് മീൻസ് പേഴ്സൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ട ഒരു റിലേഷൻഷിപ്പാണിത്. ഈ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായ ഫീലിങ്സ് ഉണ്ട്. ലവേഴ്സിനെയാണ് കാണിക്കുന്നത്. ഭയങ്കരമായ ഫീലിങ്സ് ഉണ്ട്. പേഴ്സൺ അങ്ങനെ ആരോടും അറ്റാച്ച്ഡ് ആവാറില്ല. നിങ്ങളോട് കയറി അറ്റാച്ച്, അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഡിസപ്പോയിൻമെൻ്റ് അല്ല, പോസിറ്റീവ് ഡിസപ്പോയിൻമെൻറ്റ്. കാരണം ഈ പേഴ്സൺ നിങ്ങൾ മാരീഡ് ആണെങ്കിലും സിംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഇതൊരു സിറ്റുവേഷൻ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ്, മീൻസ് ഒരു അറ്റാച്ച്മെൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കയറി സീരിയസ് ആയി. അപ്പോൾ ഈ പേഴ്സൺ ഡിസപ്പോയിൻറ്റഡ് ആയത് നിങ്ങളെ കിട്ടാത്തത് കൊണ്ടല്ല, നിങ്ങളെ ഈ പേഴ്സൺ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡിസപ്പോയിൻറ്റഡ്. കാരണം ഇവിടെ ഒരു പ്രശ്നത്തിലേക്കാണ് റിലേഷൻഷിപ്പ് പോകുന്നത്. രണ്ടുപേരും മാരീഡാണ്, കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത്. കാരണം ഈ പേഴ്സണ് എല്ലാത്തിലും കൺട്രോൾ വെക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? കൈവിട്ട കളിക്ക് നിൽക്കാറില്ല. എല്ലാം പ്ലാൻഡ് ആയിട്ട് വളരെ കൺട്രോളോടുകൂടി പെരുമാറുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നപ്പോൾ ഇത് ഈ പേഴ്സണെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഈ പേഴ്സൺ എന്ത് ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ടുള്ള ഡിസപ്പോയിൻമെൻ്റ് ആണ്. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ട്, ഒരു അറ്റാച്ച്മെൻറ്റ് വന്നത് കൊണ്ടുള്ള ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ പേഴ്സൺ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷനാണ്. ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത്രയും എൻ്റെ ലൈഫിൽ ഇത്രയും പേര് വന്ന്, ചിലപ്പോൾ ഓപ്ഷൻസ് ഇഷ്ടം പോലെ, മീൻസ് റിലേഷൻഷിപ്പ് ഇഷ്ടം പോലെ ഉണ്ടാവാം. ചിലപ്പോൾ ഇതൊരു പ്ലെയർ എനർജി ആയിരുന്നിരിക്കാം. കുറേ സീക്രട്സ്, ഈ പേഴ്സൻ്റെ പാസ്റ്റിൽ കുറേ സീക്രട്സ് ഉണ്ട്. പക്ഷെ ആരോടും തോന്നാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് എന്തുകൊണ്ട് നിങ്ങളോട് തോന്നുന്നു? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? എന്തോ ഒരു ജന്മ ബന്ധം പോലെയാണ് ഈ പേഴ്സണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു കിങ് ഓഫ് വോൺസ് ഉണ്ട്. അത് സ്ത്രീയാവാം പുരുഷനാവാം. ഒരു ഫയർ സൈൻ ഉണ്ട്. ആ ഫയർ സൈൻ, അപ്പോൾ ഇത് എവിടെയാണ് എത്താൻ പോകുന്നത് എന്ന് ഈ പേഴ്സൺ ഒരു എത്തും പിടിയില്ല. അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷനും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെയാണ് നിങ്ങളോടുള്ള ഫീലിംഗ്. സ്നേഹമില്ലാത്തതല്ല. ലവേഴ്സിനെയാണ് കാണിക്കുന്നത്. പിന്നെ മാരേജും. ചിലപ്പോൾ നിങ്ങളെ വിവാഹം കഴിച്ചാൽ എന്താണെന്ന് വരെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അതിൻ്റെ പോസിബിലിറ്റി പറ്റില്ല. കാരണം വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണിത്. മനസ്സിലായി? വളരെ 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 ചിലർ വിവാഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. എല്ലാവരും വിവാഹത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ വിവാഹത്തിന് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന, ഒരു ദൈവിക കണക്ഷൻ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിട്ട് കളിക്കാൻ ഈ പേഴ്സണ് പേടിയാവും. അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ? 3 of Cups ആണ് കാണിക്കുന്നത്. യെസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ പേഴ്സണ്. കാരണം ഈ റിലേഷൻഷിപ്പ് ഇത്രയും വളർന്നത് അറിയാതെ വളർന്നു പോയതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ സെലിബ്രേഷനാണ് കാണിക്കുന്നത്. 3 of Cups. അതുപോലെ തന്നെ യെസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഇത് തന്നത്. ഇവിടെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടം പോലെ. നിങ്ങൾ ഭയങ്കര അൺഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടല്ല, ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് അത് മാറ്റും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവ് ഔട്ട്ലുക്ക് വയ്ക്കുക. സൊല്യൂഷൻസ് ആണ് നോക്കേണ്ടത്. പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് പോകുന്ന പോലെ പോട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതിലെല്ലാം പോസിറ്റീവ് കാണാൻ നോക്കുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Gemini, Scorpio,
Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Taurus, Leo, Aquarius, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Leo, Aquarius, Libra, Gemini. നമ്മളുടെ പേഴ്സൺ പറയാം. Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ എന്താണ്, ഫ്രണ്ട് ഇപ്പോൾ ഹസ്ബൻഡിന് കുറേ ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ചില സമയത്ത് എന്ത് പറ്റുന്നു പറഞ്ഞാൽ കണക്ഷൻസ് വരുമ്പോഴാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഫ്ലേർട്ട് ചെയ്യണം ഒരാളോട്, ഓക്കെ, അത് കഴിഞ്ഞു, അത് വിട്ടിട്ട് പോലും റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതില്ലാതെ സൂക്ഷിക്കുക, മനസ്സിലായോ? റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക. റിലേഷൻഷിപ്പ് ഭയങ്കര സീരിയസ് ആയ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ മാരീഡായ ഒരാൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേറൊരാളോട് വരുമ്പോഴാണ് ഫാമിലികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ഞാൻ ബ്ലൂവിൻ്റെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻകറേജ് ചെയ്തതല്ല. നമുക്ക് കൺട്രോൾ ഇല്ല നമ്മളുടെ ഇമോഷൻസിൽ മിക്കവർക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഓക്കെ ഇത് ചിലർ ഒരു ചാലഞ്ചായിട്ട് എടുക്കും. ഓക്കെ, ഇനി ഞാൻ ഇതുവരെ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല, എൻ്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രമേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഇവരോട് സംസാരിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ, പക്ഷെ ചില സമയത്ത് അതൊക്കെ ഒരു ക്ലിക്കാവും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കയറുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. തമാശയ്ക്ക് കയറാൻ പാടില്ല. കാരണം നമ്മളുടെ വിധി എന്താണെന്ന് നമുക്ക് അറിയില്ല, അല്ലേ? നമ്മളുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. ഭഗവാനെ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്യുന്നതല്ല, കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് കാർഡ് വരാൻ പോകുന്നു. കാർഡാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ചില സമയത്ത് നിങ്ങളുടെ ഹിസ്റ്ററിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഫാമിലി ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണം. പണമല്ല അത്യാവശ്യം, അത് വരാം. അഡിക്ഷൻ. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിനോട് ഭയങ്കര അഡിക്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളാണ് അഡിക്ഷൻ. നമ്മൾ ഒരു കാര്യം കൺട്രോൾ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനൊരു സിറ്റുവേഷൻ. പിന്നെ ക്ഷമിക്കാനും സഹിക്കാനും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാനുമുള്ള കപ്പാസിറ്റി വളർത്തണം. പിന്നെ ഭോലേനാഥ്, ബീയിങ് പൊളൈറ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കാതെ വളരെ പൊളൈറ്റ്. ചിലപ്പോൾ ആൾക്കാർ പെരുമാറുന്നത് കണ്ടിട്ടില്ലേ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ എത്തുമ്പോഴില്ലാത്ത ആൻസർ പറയും, മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ ചിലർ ആൻസർ ചെയ്യുന്നത് അങ്ങനെയാണ്, വിശദീകരിക്കില്ല, വെറുതെ 2 വേർഡ് പറയും. അങ്ങനെ ഇപ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ചോദ്യം ചോദിക്കും. ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നീ കഴിച്ചോ എന്ന് ചോദിക്കും, അല്ലേ? എന്നുവെച്ചാൽ അവർ കഴിച്ചോ എന്നാണ് യെസ് ഓർ നോ പറഞ്ഞാൽ മതി, പക്ഷെ അല്ല. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും നീ കഴിച്ചോ ചോദിക്കും. അപ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ ഈ കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചാണെങ്കിലോ, അല്ലേ? അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്യും. അയാൾക്ക് സമയമില്ലായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ ഒരാൾ റിലേഷൻഷിപ്പ് ഒരു കോൺവെർസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മറ്റേ ആൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ച കോൺവെർസേഷനാണത്. കാരണം അയാൾക്ക് സമയമില്ല, വേറെ കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനൊരു ചോദ്യം വന്നത്. ഇത് ചിലപ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ചോദിക്കുന്നതിന് ഉത്തരം പറയുക, മനസ്സിലാവുണ്ടോ? മറുചോദ്യമല്ല മിക്കവർക്കും വേണ്ടത്, ചോദിക്കുന്നതിന് ഉത്തരം പറയുക.
ചില സമയത്ത് മറുചോദ്യം ഉണ്ടാവും. നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പേഴ്സൺ, നമ്മൾ ചിലപ്പോൾ ആ പേഴ്സൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും നമ്മൾ ആ പേഴ്സണ് സുഖമാണോ എന്ന് ചോദിക്കണം. എന്നിട്ട് വേണം ആ പേഴ്സണ് ദുഃഖങ്ങൾ നമ്മളോട് പറയാൻ. അത് നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ മുമ്പോട്ട് പോവുക. കാരണം നമ്മൾ ദുഃഖങ്ങൾ കേട്ടാൽ ചില സമയത്ത് ചിലർക്ക് സമാധാനമാവും നമ്മൾ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ. പക്ഷെ കൂടുതലും സിമ്പതിയേക്കാൾ കൂടുതൽ അവർക്ക് നമ്മളുടെ സഹായമായിരിക്കും ആവശ്യമുള്ളത്. മനസ്സിലായി? സിമ്പതി ആർക്കും അത്ര വലിയ ഗുണം ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നാറ്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. മനസ്സിലാവണ്ടോ? ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞല്ലേ, സോറി. ഇത് കണ്ടുകൊണ്ട് ഭോലേനാഥ് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഭോലേനാഥ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കുക, റൂഡായിട്ട് സംസാരിക്കാതിരിക്കുക, വളരെ പൊളൈറ്റായിട്ട് ആൾക്കാരോട് സംസാരിക്കുക, അതാണ് ഉദ്ദേശം. ഞാനങ്ങ് പറഞ്ഞ് കാട് കയറി, എൻ്റെ ഒരു കാര്യമില്ല, സോറി. അപ്പോൾ നമ്മൾ അടുത്ത ഓറക്കളും കൂടെ നോക്കാം. നമുക്ക് എന്താണ് കിട്ടുകയെന്ന് നോക്കാം. ഓക്കെ, ഓറക്കിൾ മെസ്സേജ്. ഇത് ജിപ്സി ഓറക്കിൾസ് ആണ്, മറ്റേത് ശിവ ഓറക്കിളാണ്. അപ്പോൾ രണ്ടിൽ നിന്നും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഇംഗ്ലീഷ് ടാരോ റീഡിങ്ങിൽ യൂസ് ചെയ്യാൻ തുടങ്ങി രണ്ടും. നേരത്തെ ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടും യൂസ് ചെയ്യും. കാരണം രണ്ടും കൂടുതൽ ആക്യുറസി ആയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസും കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ഓൾറൈറ്റ്, ഇവിടെ കിട്ടിയേക്കുന്നത് ഫോ എന്ന് പറഞ്ഞാൽ എനിമി എന്നാണ് അർത്ഥം. ഫ്രണ്ട് ആൻഡ് ഫോ, FOE, എനിമി. അപ്പോൾ നിങ്ങൾക്ക് ആരോ ഒരു ശത്രുവുണ്ട്, ഒരു ഫീമെയിൽ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ ആരോ ഒരു ശത്രുവായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, ഒരു ഫീമെയിൽ എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ്. ഇനി നിങ്ങളുടെ ക്രഷിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. നിങ്ങളുടെ ക്രഷിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പാര വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതാണോ ഈ എനർജി കണ്ടത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ ക്രഷിൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾക്ക് ക്രഷുള്ള ആളുടെ ഓവറോൾ എനർജി എന്താണ്? ക്രഷായിട്ട് തന്നെ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങൾ കുറയും. പക്ഷെ ക്രഷ് വേറെ ഇതിലേക്ക് എന്ന് വെച്ചാൽ മാരീഡായ ആളുകൾക്ക് ക്രഷായിട്ട് തന്നെ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങൾ കുറവായിരിക്കും. പക്ഷെ ക്രഷ് ഡെവലപ്പ് ചെയ്ത് സംസാരിക്കാൻ ഇടവന്നു പിന്നെ ഒരു ക്രഷ് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്കൊരു എനിമി ഉണ്ടെന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിന്. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ ഒരു മാരീഡായ ആളായിരിക്കും, കാരണം ഇവിടെ ഫാമിലി ഇമോഷൻ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അൺമാരീഡ് ആയിരിക്കാം, കാരണം ഫാമിലിയുടെ ഇമോഷൻ സപ്പോർട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്ന് രണ്ടർത്ഥം വരും ഇവിടെ. അപ്പോൾ സിംഗിളായ ആളായിരിക്കാം, അല്ലെങ്കിൽ മാരീഡായ ആളായിരിക്കാം നിങ്ങൾ. എന്തായാലും ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ക്രഷിൻ്റെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയുള്ള ഒരാൾ. അപ്പോൾ ഈ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണും നിങ്ങൾക്ക് ഈ പേഴ്സണോട് ക്രഷുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ നിങ്ങളെ കണ്ടിരുന്ന ആ ഒരു വ്യൂവിലല്ല ഇപ്പോൾ പേഴ്സൺ നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കാണുന്നത്. പിന്നെ ഉള്ളത് 10 of Wands റിവേഴ്സാണ്. ഈ പേഴ്സൺ ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ പേഴ്സൺ അത് വളരെ റെസ്പോൺസിബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം റെസ്പോൺസിബിലിറ്റിയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു എനർജിയാണിത്. പിന്നെ നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ അംബീഷ്യസ് ആണ് ഈ പേഴ്സൺ. എല്ലാ കാര്യവും ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. വർത്തമാനം മാത്രമല്ല, പ്രവർത്തിക്കാനും ഈ പേഴ്സൺ അറിയാം. അതുപോലെ ഈ പേഴ്സൺ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ഇടയുള്ള ഒരു എനർജിയാണ്. അതുപോലെ എന്ത് വിചാരിച്ചാലും നടത്തണം, അങ്ങനത്തെ ഒരു എനർജിയാണ് പേഴ്സൺ. ടവർ മൊമെൻറ്റ്, ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു വഴക്കും ബഹളം ഉണ്ടായിട്ട്
അതൊരു വലിയൊരു ടവർ മൊമെൻറ്റിൽ കലാശിച്ചു. ടവർ മൊമെൻറ്റിൽ പ്രതീക്ഷിക്കാത്ത ഒരു പൊട്ടിത്തെറിയാണ് ഈ പേഴ്സൻ്റെ ലൈഫിലുണ്ടായത്. പക്ഷേ ആ പൊട്ടിത്തെറി പേഴ്സൺ മുതുകത്ത് കൊണ്ടു നടക്കുകയാണ്. എന്ന് വെച്ചാൽ വളരെ പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ, പക്ഷേ അതിങ്ങനെ അത് ആ ഭാരം ചുമക്കാൻ തന്നെ റെഡിയായിട്ട് നടക്കുന്ന ഒരാളാണ്. മജീഷ്യനെ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ സ്വന്തം, അപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടായത് മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ട്, ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. അതിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിലും ആ പേഴ്സൺ ഇറങ്ങിപ്പോയിട്ടില്ല, അതിൽ സ്റ്റക്കാണ്, ആ ബേർഡൻ ചുമക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സൺ അറിയാം ഇത് പേഴ്സണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റും പ്രശ്നം. ഈ പേഴ്സണ് 10 of Pentacles ഒരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും സിറ്റുവേഷനെ എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാൾ. ഒരു ലവേഴ്സിനെ കാണിക്കുന്നുണ്ടല്ലോ, നൈറ്റ് ഓഫ് സ്വർഡ്സ്. അപ്പോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയും സിറ്റുവേഷനിൽ ഗ്രോത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ അത് ബേർഡൻ വിട്ടുകളയുന്നില്ല, വളരെ റെസ്പോൺസിബിളായിട്ട് താങ്ങി പിടിച്ച് ഇതിനെ അത് എത്തേണ്ടടുത്ത് എത്തിക്കണം, ഇതിനൊരു എൻഡ് എത്തിക്കണം എന്ന പൂർത്തീകരണം. ഇതൊരു സർക്കിളാണ്. ഈ സിറ്റുവേഷനെ കംപ്ലീറ്റ് ആക്കണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ തളരില്ല, ഞാൻ മുമ്പോട്ട് തന്നെ പോകും എന്നൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയാണ് ഈ പേഴ്സൺ. ഇവിടെ ഒരു ആരോടോ ലവ് ഉണ്ട് പേഴ്സൺ. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എംപ്രസ് ആണ് കാണിക്കുന്നത്. എംപ്രസ് ഒരു മദർലി എനർജിയാണ്. അമ്മയാവാം അല്ലെങ്കിൽ സഹോദരിയാവാം പ്രശ്നം ഉണ്ടാക്കുന്നത്. എംപ്രസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആരോടോ സ്നേഹമുണ്ട്, സോൾമേറ്റ് കണക്ഷനാണ് പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ആരൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഫാമിലി ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പേഴ്സണെ സ്നേഹിക്കുന്ന ആളെ കിട്ടാതിരിക്കാനോ അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാതിരിക്കാനോ ഈ പേഴ്സണ് ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റുള്ളവർ. പക്ഷേ ഈ പേഴ്സൺ അതെല്ലാം സഹിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭയങ്കര സ്ട്രെസ്സാണ്, ഉറക്കമില്ല, ക്വീൻ ഓഫ് സ്വേർഡ്സ്. ഈ പേഴ്സൺ ഭയങ്കര ഇപ്പോൾ എല്ലാവരിൽ നിന്നും അകന്നാണ് നിൽക്കുന്നത് ഈ പേഴ്സൺ. കാരണം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പേഴ്സൺ എന്ന് വെച്ചാൽ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ കൺഫ്രണ്ടേഷൻ ആഗ്രഹിക്കില്ല. കൺഫ്രണ്ടേഷന് പോയി കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇത് കോളമാകും. കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക അല്ലെങ്കിൽ പ്രശ്നത്തിനെ ഫേസ് ചെയ്യുക. ചിലർ പ്രശ്നത്തിനെ ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. കാരണം രണ്ടുപേരും ഒരേ ഇതിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് കൊണ്ട് ചില ആൾക്കാർ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല. അപ്പോൾ ഇതൊരു പേഴ്സൺ, നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ഇപ്പോൾ സിറ്റുവേഷൻ, ഈ പേഴ്സൺ പ്രശ്നത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. പക്ഷെ എന്നാലും ഇതെല്ലാം മാറും എന്നൊരു വിശ്വാസം, സ്ട്രോങ് ആയ വിശ്വാസം ഈ പേഴ്സൺ ഉണ്ട്. എന്നുവെച്ചാൽ ഫാമിലിയാണ്, നമുക്ക് ഫാമിലിയോട് നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് കാര്യം. ചിലർ എന്നുവെച്ചാൽ ഫാമിലിയിലെ ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഇപ്പോൾ എന്താ പറയുക, അച്ഛൻ്റെയും അമ്മയുടെയും കുറ്റം മറ്റുള്ളവരോട് പറയുന്ന ആളുകൾ, ഭർത്താവിൻ്റെയോ ഭാര്യയുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന ആളുകൾ, മക്കളുടെ കുറ്റം പരസ്യമായി പറയുന്ന ആളുകൾ, ഇവരൊന്നും മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ബ്ലഡ് റിലേഷൻഷിപ്പാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാട്ടുകാരോടും വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും മക്കളെ കുറ്റം പറയുക, അമ്മയച്ഛനെ കുറ്റം പറയുക, അങ്ങനെ പറയുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ അവസാനം റിലേഷൻഷിപ്പിനൊരു അർത്ഥമില്ലാതെ ആവുകയാണ്. നാട്ടുകാരെ കൊണ്ട് നമ്മൾക്ക് ഒരു ഗുണവും ഇല്ല, മക്കളെ കൊണ്ടോ വീട്ടുകാരെ കൊണ്ടോ ഉള്ള ഗുണം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ബോധമുള്ളതുകൊണ്ട്, വീട്ടുകാരുടെ പ്രശ്നമായതുകൊണ്ട് ഈ പേഴ്സൺ അത് വളർത്തി വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നാളെയും ഇവരുടെ ആവശ്യം വരും, നാളെയും ഇവരെ ഫേസ് ചെയ്യണം എന്നുള്ള ബോധമുള്ള ഒരാളാണ് ഈ പേഴ്സൺ. വളരെ സ്ട്രോങ് ആയ പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും മറ്റുള്ളവരുടെ കുത്തുകാക്കുകൾ കേട്ടിട്ടുമൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ പേഴ്സണ് ലൈഫിലുള്ള ആൾ 9 of Cups ആണ്. അപ്പോൾ അത് കൈവിട്ട് പോകും, അത് നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ടെൻഷനുണ്ട്. അത് ഓർത്തിട്ട് ഈ പേഴ്സണ് സങ്കടമുണ്ട്. അപ്പോൾ ആ പേഴ്സൺ സ്നേഹിക്കുന്ന ആൾ ഇതെല്ലാം മനസ്സിലാക്കി വെയിറ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വന്തം അഭിപ്രായങ്ങളിലും സ്വന്തം ഇഷ്ടത്തിലും വിശ്വസിക്കുന്ന ആളാണ്.
മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ അംഗീകരിച്ച് കൊടുക്കുന്ന മൈൻഡുള്ള ഒരാളാണിത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറും എന്ന് ഈ പേഴ്സണ് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നിട്ട് ഒരു ഓഫർ കൊടുക്കാമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹം. നിങ്ങളാണോ ഇത്? പക്ഷെ നിങ്ങൾ ക്രഷ് ആണെങ്കിൽ ഇത് ക്രഷ് സിറ്റുവേഷൻ അല്ല, ഈ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ ഓൾറെഡി ആരോ ഉണ്ട്. ആ പേഴ്സണിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഈ പേഴ്സണൽ ടെൻഷൻ. അപ്പം നിങ്ങൾ എവിടെയാണ് ഇവിടെ? നിങ്ങൾക്ക് ക്രഷ്, അതാണ് നിങ്ങളുടെ ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾക്കൊരു എനിമി, ഈ ക്രഷിന് നിങ്ങളൊരു എനിമി ഉണ്ടെന്ന് പറഞ്ഞത് ഈ പേഴ്സണ് സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ കൈവിട്ട് പോകുമെന്ന് പേടിയുണ്ട്, മനസ്സിലായോ? അപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നേക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സും വേൾഡ് കാർഡ് അപ്രൈറ്റും വന്നേക്കുന്നത് ഇവിടെ. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അർത്ഥം. അപ്പോൾ ഇതിനകത്ത് കയറി പ്രശ്നമുണ്ടാക്കി ഇതെല്ലാം കോളമാക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അഭിപ്രായം പറയാതെ ഒരു കാര്യത്തിലും കൈകടത്താതെ ഈ പേഴ്സൺ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ സിറ്റുവേഷൻ കൈവിട്ട് പോകും. രണ്ടുപേരെയും വേണം, എന്നാൽ രണ്ടുപേരെയും വെറുപ്പിക്കാനും പറ്റില്ല ഈ പേഴ്സൺ. അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ആരാണ് ഇവിടെ? നിങ്ങൾ ക്രഷ് ആവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ക്രഷ് അല്ല ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷാണ് ഈ പേഴ്സൺ. അപ്പോൾ പക്ഷേ ഈ പേഴ്സണ് ആരോടോ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അതാരാണ് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നൈറ്റ് ഓഫ് കപ്സും 2 ഓഫ് വോൺസും കിങ് ഓഫ് വോൺസും ആണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണോ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ക്രഷ് എന്ന് വെച്ചാൽ ചില സമയത്ത് ലൈഫിൽ മൊത്തം ടെൻഷൻ ആകുമ്പോൾ ഒരു അത്താണി തേടും, ഒരു കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞിരിക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പേഴ്സണൽ ലൈഫിൽ ചെന്ന് കയറിയത്. നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സണെ പരിചയപ്പെട്ടത്? കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കപ്പുമായി വന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് തുടങ്ങി. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു നിങ്ങളെ അവോയ്ഡ് ചെയ്യാനാണ് ഈ പേഴ്സൺ നോക്കുന്നത്. ഇതൊരു കിങ് ഓഫ് വോൺസിലേക്ക് ഇവിടെ പ്ലാൻ ഉണ്ടെങ്കിലും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യും. അവിടെ ഫാമിലിയിൽ പ്രശ്നമുണ്ട്. ഈ പേഴ്സൺ സ്നേഹിക്കുന്ന ആള് ഈ പേഴ്സൻ്റെ മീൻസ് അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഡിസ്ട്രാക്ഷനിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. ഇതൊരു ക്രഷാണ്, ഇതൊരു കമ്മിറ്റ്മെൻ്റ് അല്ല. നൈറ്റ് ഓഫ് വോൺസ് പേഴ്സൺ പ്ലെയർ എനർജിയിലാണ്, ഒരു ഡിസ്ട്രാക്ഷനാണ് നിങ്ങൾ ഈ പേഴ്സണ്. ഹെർമിറ്റ് ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങൾ മണ്ടത്തരമാണ് ചെയ്തത്. നിങ്ങൾ ഈ പേഴ്സണോട് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങൾ കയറി അറ്റാച്ച്ഡ് ആയോ അവിടെ? ഈ പേഴ്സൺ നിങ്ങളെ തള്ളി പറയും. ഭയങ്കര എർത്ത് ആണ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇവിടെ 4 ഓഫ് കപ്സ് പേഴ്സൺ റിജക്റ്റ് ചെയ്യും നിങ്ങളെ. ഇതൊരു പ്ലെയർ എനർജിയാണ്, ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ല നിങ്ങളുമായിട്ട് കണക്ഷൻ. അപ്പോൾ ഇത് ക്രഷ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹം, നിങ്ങൾക്ക് ഈ പേഴ്സണെ കിട്ടണം എന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ ഇവിടെ പോസിബിലിറ്റി ഇല്ല. കാരണം ഈ പേഴ്സണൽ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുത്തെങ്കിൽ അതൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരുന്നില്ല. നിങ്ങളൊരു കൈവിട്ട കളിയായിപ്പോയി അത് കളിച്ചത്. ഇത് നിറയെ പണമുള്ള ഒരാളാണ്, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന, പ്ലാനിങ്ങോട് കൂടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലും വന്ന് കയറിയത്. പക്ഷേ ഫ്യൂച്ചർ പ്ലാനൊന്നുമില്ല. എന്നുവെച്ചാൽ നിങ്ങളെ വിവാഹം കഴിക്കണം, നിങ്ങളുടെ കൂടെ ജീവിക്കണം, ഒന്നുമില്ല. ആ പ്ലാനൊന്നുമില്ല കേട്ടോ. ഇത് ലോങ് റണ്ണില്ല. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയില്ല. ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫ്യൂച്ചർ ഇല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ. നമ്മൾ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ യെസ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഫ്യൂച്ചർ എന്ത് ഫ്യൂച്ചറാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ പോകാൻ പോകുന്നത് മുമ്പോട്ട്. ഈ പേഴ്സൻ്റെ ഈ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നത് വരെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്രഷിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞത്.
പക്ഷെ നിങ്ങൾ അഡിക്റ്റഡ് ആണ്, നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് എടുക്കുക. നിങ്ങൾ ഈ പേഴ്സണെ ഫോർഗിവ് ചെയ്യാൻ നോക്കുക, കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണുക. നിങ്ങൾ ഈ പേഴ്സണോട് കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് റൂഡായിട്ട് സംസാരിക്കരുത്. കാരണം നിങ്ങളുടെയും കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ചെന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം, പക്ഷേ അതൊരു വൈഫായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടോ ആയിരിക്കില്ല. നിങ്ങൾ എപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ. കാരണം ഈ പേഴ്സൺ ലവ് ചെയ്യുന്നത് വേറൊരാളെയാണ്, നിങ്ങളോട് ലവ് ഇല്ല, നിങ്ങളോട് അത്താണിയാണ്, കച്ചിത്തുരുമ്പാണ് പേഴ്സൺ. ഈ പേഴ്സൺ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മദേർലി എനർജി, നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങളൊരു മദേർലി എനർജി ആയിട്ടാണ് ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. സങ്കടമുള്ളപ്പോൾ ചേർത്ത് പിടിക്കാനും എന്താ പറയുക, ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരാളാണ് നിങ്ങൾ, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ റിലേഷൻഷിപ്പ് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന്. ഈ പേഴ്സൺ നിങ്ങൾ ഉള്ളത്രയും കാലം ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വയ്ക്കും. പക്ഷെ നിങ്ങളിത് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Virgo, Cancer, Pisces, Scorpio, Taurus, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Libra, Gemini strong ആണ്, Aries, Leo, Sagittarius, Scorpio, പിന്നെ Pisces, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. ഞാനിപ്പോൾ അത് പറയാറില്ല, എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ എന്ന്. അണ്ടർസ്റ്റുഡാണ്, എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത റീഡിങ്ങുമായിട്ട് വരാം. ബൈ ബൈ.